സോ ഹലോ ഗൈസ്. അപ്പോ നമ്മൾ ഇന്ന് റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ബാക്കി ടോപ്പിക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. സോ നമ്മൾ ആദ്യത്തെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക് ഇട്ടിട്ടുണ്ട്. സോ അത് കാണാത്തവർ അത് ആദ്യം കണ്ടിട്ട് വന്ന് എന്ത് ചെയ്യുക, ഇത് കാണും. സോ ആദ്യത്തെ ടോപ്പിക്ക് ഫുള്ള് റിയാക്ഷൻസ് ആണ്. ടൈപ്പ് ഓഫ് റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണ്, അഡിഷൻ റിയാക്ഷൻ എന്താണ്, പോളിമറൈസേഷൻ എന്താണ്, അതേപോലെ തെർമൽ ഡീകമ്പോസിഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. സോ ഇനി ബാക്കിയുള്ള ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പേരിടാൻ പഠിച്ച കുറച്ച് കോമ്പൗണ്ടുകളുടെ കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസും അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണത് ആൽക്കഹോൾസിനെ പറ്റി നമ്മൾ പഠിക്കും. ആൽക്കഹോൾസിനെ പറ്റി പഠിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ കാർബോക്സിലിക് ആസിഡിനെ പറ്റി പഠിക്കും. കാർബോക്സിലിക് ആസിഡിന് ശേഷം ഈത്തർ എന്താന്ന് പഠിക്കും. ഈത്തർ അല്ല, എസ്റ്റർ എന്താന്ന് പഠിക്കും. എസ്റ്ററിന് ശേഷം നമ്മൾ സോപ്പ് പഠിക്കും. സോ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ആൽക്കഹോൾസ്, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റർ ആൻഡ് സോപ്പ്. എടാ, ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ചെയിനിനകത്ത് OH വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് വിളിക്കുക. എന്താ ആൽക്കഹോൾ? OH വരുന്ന ആൾക്കാരാണ് ആൽക്കഹോൾ എന്ന് വിളിക്കുക. എന്താ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COOH വരുന്ന ഗ്രൂപ്പുകൾ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കാർബൺ ചെയിന്റെ നടുക്ക് O വരാം. എപ്പോഴും എസ്റ്റർ എപ്പോഴും നോക്കെ, ആൽക്കഹോൾ എപ്പോഴും നടുക്ക് വരാം, അറ്റത്ത് വരാം, ഇങ്ങേറ്റത്ത് വരാം, സൈഡിൽ വരാം, ഏത് കാർബണിൽ വേണമെങ്കിലും ആൽക്കഹോൾ വരാം. COH എപ്പോഴും അറ്റങ്ങൾ വരും. ഞാനിത് എഴുതുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ്. എസ്റ്റർ എപ്പോഴും നടുക്കേ വരും. നടുക്കെന്ന് പറഞ്ഞാൽ കൃത്യം നടുക്കല്ല, രണ്ട് ചെയിനുകൾക്കിടയിൽ മാത്രമേ വരത്തുള്ളൂ. സോ നമ്മൾ അതിനെ ROR എന്ന് റെപ്രസെന്റ് ചെയ്യും. R എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഓഫ് കാർബൺ ചെയിൻ. ബാക്കി ഏതൊക്കെയോ കാർബൺ ചെയിൻ CH3 CH3 CH2 അങ്ങനെ ഏതൊക്കെ കാർബൺ ചെയിൻ ഉണ്ട്, അതാണ് R കൊണ്ട് സൂചിക്കുന്നത്. ROH എന്ന് എഴുതാം, പിന്നെ നമുക്ക് RCOH എന്ന് എഴുതാം. ഓക്കെ, R മീൻസ് ഒരു കാർബൺ ചെയിൻ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ സോപ്പ് നമുക്ക് പഠിക്കാം എന്താ സംഭവം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആൽക്കഹോൾസ് എന്താണെന്ന് നോക്കാം. സോ ആൽക്കഹോൾസ് ഞാൻ പറഞ്ഞു, ആൽക്കഹോൾസ് എന്ന് വെച്ചാൽ എന്താണ്? OH വരുന്ന ഗ്രൂപ്പുകൾ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിവിടെ 2 ആൽക്കഹോൾസിനെ പഠിക്കാനുണ്ട്. ഓക്കെ, 2 ആൽക്കഹോൾസിനെ പഠിക്കാനുണ്ട്, മെത്തനോളും എത്തനോളും. നമുക്ക് പഠിക്കാനുള്ള 2 ആൽക്കഹോൾസിന്റെ പേരാണ് മെത്തനോളും എത്തനോളും. സോ ഫസ്റ്റ് എന്താണ് ആൽക്കഹോൾസ് നമുക്ക് നോക്കാം. എന്തായിരിക്കും ആൽക്കഹോൾസ്? വളരെ സിമ്പിൾ ആണ്. OH വരുന്ന ഗ്രൂപ്പുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾസ്. സോ മെത്തനോൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആദ്യം ആൽക്കഹോൾ എങ്ങനെ പേര് കൊടുക്കാന്ന് പഠിക്കാം. സോ സപ്പോസ് ഇതാണ് എൻ്റെ ഒരു കാർബൺ ചെയിൻ ഉണ്ട്. ഈ കാർബൺ ചെയിന്റെ കൂടെ OH ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ ഒരു കാർബൺ ചെയിൻ ഉണ്ട്, ഈ കാർബൺ ചെയിന്റെ കൂടെ OH ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചെങ്കിൽ അത് എത്ര കാർബൺ ചെയിൻ ഉണ്ടോ? ഒരു കാർബൺ ചെയിൻ. ഒരു കാർബൺ ഇറങ്ങിയാൽ എന്താ വിളിക്കുക? മെത്ത് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? മെത്ത് എന്നാ വിളിക്കുക. ഇനി നമ്മള് ഒരു കാർബൺ ചെയിൻ ഒരു കാർബണെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനെ മീത്തേൻ, CH4 നമ്മൾ എന്താ വിളിക്കുക? മീത്തേൻ എന്നല്ലേ വിളിക്കുക. അപ്പോൾ നമ്മൾ മീത്തേൻ എന്ന് എഴുതും. എന്നിട്ട് ഈ ഈനെ നൈസിനെ എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. സോ ഒന്നുകൂടെ പറയാം, കാർബൺ ചെയിനുകളുടെ എണ്ണം നോക്കുക, അതിനുശേഷം അതിനകത്തുള്ള ഈനെ എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. സോ ഈനെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് മെത്താൻ എന്ന് കിട്ടി. ഇനി ഇവിടെ ആരെ ഇരിക്കുന്നത്? OH. OH എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് ഓൾ എന്നാണ്. OH എന്ന് വിളിക്കുന്നത് എന്താ? ഓൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ എന്ത് കിട്ടും? മെത്തനോൾ എന്ന് വിളിക്കും. അതെങ്ങനെയാണ് ഈ പേര് കൊടുക്കുക. സോ ഇതിന്റെ പേരെന്തായിരിക്കും? CH3 CH2 OH. ഓക്കെ, ഇവിടെ 2 കാർബൺ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു? ഈതെയ്ൻ എന്ന് വിളിച്ചു. ഈതെയ്ൻ എന്ന് വിളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈയെ വെട്ടിക്കളഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈയെ വെട്ടിക്കളയണമെന്ന്. ഇനി OH വന്നതിന് എന്താ വിളിക്കുക? ഓൾ എന്നാ വിളിക്കുക. സോ എത്തനോൾ. മെത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ മാത്രമുള്ള OH വരുന്ന ചെയിൻ. എത്തനോൾ എന്ന് പറഞ്ഞാൽ 2 കാർബൺ വരുന്ന OH വരുന്ന ചെയിൻ. സിമ്പിൾ ആണ്. ഓക്കെ, സോ നമ്മൾ ഇനി ഫസ്റ്റ് നോക്കാൻ പോണത് എത്തനോളിനെ പറ്റിയാണ്. ഫസ്റ്റ് നമ്മൾ എന്തിനാ നോക്കാൻ പോണേ? എത്തനോളിനെ പറ്റിയാണ്. നോക്കാം. സോ എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ? CH3OH. ഇതിനെ വിളിക്കുന്ന പേരാണ് എത്തനോൾ. സോ എത്തനോളിനെ പറ്റി നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. എത്തനോളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. എത്തനോൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. ഇനി എത്തനോൾ ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. ഞാൻ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ പെട്ടെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് ഓർമ്മയാണ്. സോ എത്തനോളിനെ വിളിക്കുന്ന പേരാണ് വുഡ് സ്പിരിറ്റ്. എത്തനോൾ ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. എത്തനോൾ ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്, വിഷമാണ്. എത്തനോൾ എന്താണ്? വിഷമാണ്. മാത്രമല്ല, എത്തനോൾ ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ്
എന്തിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി? പെയിന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ വാർണിഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഫോർമാലിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. വളരെ സിമ്പിൾ ആണ്. എത്തനോൾ ഇസ് നോൺ ആസ് ഫുഡ് സ്പിരിറ്റ്. എത്തനോൾ ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. അതേപോലെ എത്തനോൾ ഇസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പെയിന്റ്, വാർണിഷ്, ഫോർമാലിൻ. എത്തനോൾ ഇസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പെയിന്റ്, വാർണിഷ്, ഫോർമാലിൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ പെയിന്റ്, വാർണിഷ്, ഫോർമാലിൻ. വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. സോ എഥനോളിന്റെ കാര്യം ഒന്നുകൂടെ പറയാം. ഒരു CH3യും ഓക്കെ, ഒരു കാർബണും അതിനകത്ത് OH വരുന്നതിനെ വിളിക്കുന്ന പേരാണ് എത്തനോൾ. ഇറ്റ് ഈസ് നോൺ ആസ് ഫുഡ് സ്പിരിറ്റ്. ഇറ്റ് ഈസ് എ പോയിസണസ് സബ്സ്റ്റൻസ്. അതൊരു വിഷമുള്ള സാധനമാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പെയിന്റ്, വാർണിഷ് ആൻഡ് ഫോർമാലിൻ. ഓക്കെ ആണോ? സോ നമുക്കിനി എത്തനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഹൗ ടു പ്രിപ്പയർ എത്തനോൾ. എത്തനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ. പ്രിപ്പറേഷൻ എത്തനോൾ വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കുറച്ച് കാർബൺ മോണോക്സൈഡ് എടുക്കുക. എത്തനോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് കാർബൺ മോണോക്സൈഡ് എടുക്കുക, CO എടുക്കുക. അതിന്റെ കൂടെ കുറച്ച് ഹൈഡ്രജൻ ആഡ് ചെയ്യുക. കാർബൺ മോണോക്സൈഡ് എടുക്കുക, ഹൈഡ്രജൻ ആഡ് ചെയ്യുക. 2H2. കാർബൺ മോണോക്സൈഡ് കഴിഞ്ഞതോടെ എന്താ ആഡ് ചെയ്യുക? ഹൈഡ്രജൻ ആഡ് ചെയ്യുക. സോ കാർബൺ മോണോക്സൈഡിനകത്തോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചു ടു ഓക്കെ. അപ്പൊ ഈ കൊച്ചു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CH3OH കിട്ടും. ഒരു സി നമുക്ക് 4H ഉണ്ടായിരുന്നു. 4H ഉണ്ടായിരുന്നു അവിടെ. നോക്ക്, 4H ഉണ്ടായിരുന്നു. അതിൽ 3H താണ്ട് വരച്ച് താണ്ട് ഒരു O, ഒരു കണ്ടോ? CH3OH. സോ COവിന്റെ കൂടെ 2H2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CH3OH. CH3OHനെ വിളിക്കുന്ന പേരാണ് പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ. പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ മെത്തനോളെ പറ്റി പഠിക്കാൻ. മെത്തനോൾ പോയിസൺ സബ്സ്റ്റൻസ് ആണ്. മെത്തനോൾ വിളിക്കുന്ന ഒരു വുഡ് സ്പിരിറ്റ് എന്നാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പെയിന്റ്, വാർണിഷ്, ഫോർമാലിൻ ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ കമ്പൈനിങ് കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ. സോ രണ്ടാമത്തെ ടോപ്പിക്കാണ് എത്തനോൾ. എത്തനോൾ. എടാ, എത്തുന്ന കേൾക്കുകൾ മനസ്സിലാക്കുക. എത്തുന്ന കേൾക്കുകളെ മനസ്സിലാക്കുക. 2 കാർബൺ വേണം. ഇത് വേണം, 2 കാർബൺ. സോ ഇതിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാടാ? CH3 CH2OH. ഇതാണ് എത്തനോളിന്റെ കെമിക്കൽ ഫോർമുല. CH3 CH2OH. വളരെ സിമ്പിൾ ആണ്. സോ എഥനോളിനെ പറ്റി പറയുകയാണെങ്കിൽ എഥനോളിനെ പറ്റി പഠിക്കുന്ന നമ്മൾ ഫസ്റ്റ് പോയിന്റ്, എഥനോൾ ഈസ് നോൺ ആസ് ഗ്രേപ്പ് സ്പിരിറ്റ്. എഥനോൾ ഈസ് നോൺ ആസ് ഗ്രേപ്പ് സ്പിരിറ്റ്. എഥനോൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രേപ്പ് സ്പിരിറ്റ്. ഓക്കെ അല്ലെ? എഥനോൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രേപ്പ് സ്പിരിറ്റ്. ആൻഡ് എഥനോൾ ഈസ് യൂസ്ഡ് ഫോർ, എഥനോളിന്റെ യൂസസ് എന്തൊക്കെയാണ്? എവിടൊക്കെയാണ് എഥനോൾ യൂസ് ചെയ്യുക? ഫസ്റ്റ്, യൂസ്ഡ് ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ബീവറേജ്. യൂസ്ഡ് ആസ് എ ബീവറേജ്. കുടിക്കാൻ ഉപയോഗിക്കുന്നു. എഥനോൾ കുടിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലേ? സോ ആൽക്കഹോൾ ഇല്ല, ലിറ്ററലി ആൽക്കഹോൾ, ലിക്വർ, അതിന് എക്സാമ്പിൾ ആണ് എഥനോൾ. ഓക്കെ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബീവറേജ്. പിന്നെ അതേപോലെ യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ്. യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ്. വാട്ട് യു മീൻ ബൈ പ്രിസർവേറ്റീവ്? പ്രിസർവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. എക്സാമ്പിൾ വിനാഗിരിയൊക്കെ ഒരു പ്രിസർവേറ്റീവ് ആണ്. ഓക്കെ. യൂസ്ഡ് ആസ് ബിവറേജ്, യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ്. ബിവറേജ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. വളരെ സിമ്പിൾ ആണ്. അടുത്ത, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. യൂസ്ഡ് ആസ് എ ഫ്യൂവൽ, ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. യൂസ്ഡ് ആസ് എ ഫ്യൂവൽ, ഇന്ധനമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ബിവറേജ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഏതെങ്കിലും 3 ഉപയോഗങ്ങൾ പഠിക്കാം. ഓക്കെ. സോ ഇത് ഇത്രയാണ് എഥനോളിനെ പറ്റി പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എഥനോൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കാം. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എഥനോൾ. എഥനോളിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? എങ്ങനെ എഥനോളിനെ മാറ്റിയെടുക്കാം? വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. എഥനോളിനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. എഥനോളിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് മൊളാസ് എടുക്കുക. ഇതെടുക്കുക, കുറച്ച് മൊളാസ്. ഞാൻ കൂടുതൽ ടെക്നിക്കലായിട്ട് പറയുന്നില്ല. കുറച്ച് കരിമ്പ് എടുക്കുക. കുറച്ച് കരിമ്പ് എടുക്കുക. കുറച്ച് കരിമ്പെടുത്തതിന് ശേഷം ഈ കരിമ്പിനെ നമ്മൾ കരിമ്പിനെ കയറ്റി ഇറക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീനകത്തോട്ട് കയറ്റി ഇറക്കുക. ആ മെഷീനകത്തോട്ട് കയറ്റി ഇറക്കുമ്പോൾ നമ്മൾ കരിമ്പ് എന്ത് കിട്ടും? ചതഞ്ഞ് പരുവായിട്ട് കിട്ടത്തില്ലേ? സോ ഇതെടുക്കുക.
ഓക്കെ. ഈ സാധനം നമുക്ക് കരിമ്പിന്റെ ജ്യൂസോ കരിമ്പോ ഒന്നും വേണ്ട. കരിമ്പ് ആ ഒരു മെഷീനിൽ കയറ്റി ഇറക്കിയതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ചണ്ടി എന്ന് വിളിക്കുക, ചണ്ടി. ഓക്കെ. സോ ആ ചണ്ടി എടുക്കുക. സോ ഈ ചണ്ടീനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വെള്ളത്തിനകത്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. വെള്ളത്തിനകത്തിട്ട് എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൊളാസസ്. എന്ത് വിളിക്കും? മൊളാസസ്. ഓക്കെ അല്ലേ? സോ നമ്മൾ മൊളാസ് എടുക്കുക. എന്തെടുക്കുക? മൊളാസസ് എടുക്കുക. മൊളാസസ്. പിന്നെ മൊളാസ് എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പിനെ എടുത്തതിന് ശേഷം നമ്മൾ ആ കരിമ്പിന്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ ചണ്ടി എടുക്കുക. ആ ചണ്ടി എടുത്ത് വെള്ളത്തിലിട്ട് എന്ത് ചെയ്യുക? ക്രഷ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നതിന് വിളിക്കുന്നവരാണ് മൊളാസസ്. പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, പേടിക്കണ്ട. മൊളാസസ് മനസ്സിലാക്കുക. മൊളാസസ്. അപ്പൊ ഈ മൊളാസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് മദർ ലിക്കർ. എന്താ വിളിക്കുക? മദർ ലിക്കർ. മൊളാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മദർ ലിക്കർ. മൊളാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മദർ ലിക്കർ. മൊളാസിന്റെ കൂടെ നമുക്ക് വേറൊരാളുടെ ആവശ്യമുണ്ട്. അയാളെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റ്. അയാളെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റ്. 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 ഈ ഈസ്റ്റ് അല്ല, EAST അല്ല, ഈസ്റ്റ്. ഓക്കെ അല്ലേ? ഈസ്റ്റ് എടുക്കുക. അപ്പൊ ഈസ്റ്റ് എന്ന് പറഞ്ഞ സാധനം രണ്ട് എൻസൈമുകൾ ഉണ്ടാക്കും. ഈസ്റ്റ് ഏതൊക്കെയാണ് ഈസ്റ്റ് ഉണ്ടാകുന്ന എൻസൈമുകൾ? വളരെ സിമ്പിൾ ആണ്. ഈസ്റ്റ് ഉണ്ടാകുന്ന രണ്ട് എൻസൈമുകളാണ് ഇൻവെർട്ടേസും സൈമേസും. ഈസ്റ്റ് ഉണ്ടാകുന്ന രണ്ട് എൻസൈമുകളാണ് ഇൻവെർട്ടേസും സൈമേസും. ഓക്കെ. സോ നമ്മൾ മൊളാസ് എടുത്തു. മൊളാസിന് വിളിക്കുന്ന പേര് മദർ ലിക്കർ എന്നാണ്. ഇനി ഈസ്റ്റ് എടുക്കുക. ഈസ്റ്റിന് വിളിക്കുന്ന പേര് ഈസ്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് എൻസൈമുകളാണ് ഇൻവെർട്ടേസും സൈമേസും. വളരെ സിമ്പിൾ. ഓക്കെ. ഇനി ഈ മൊളാസസിനെ ഓക്കെ, ഈ മൊളാസസിനെ നമ്മൾ എന്തിലോട്ട് ആഡ് ചെയ്യുക? ഈ ഈസ്റ്റ് എടുത്തിട്ട് മൊളാസിനകത്തോട്ട് ആഡ് ചെയ്യുക. ഈ ഈസ്റ്റിന് എടുത്തതിന് ശേഷം അതിനെ എന്തിലോട്ട് ആഡ് ചെയ്യുക? മൊളാസിനകത്തോട്ട് ആഡ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഈസ്റ്റിന് എടുത്തതിന് ശേഷം എന്താ ആഡ് ചെയ്യുക? മൊളാസിനകത്തോട്ട് ആഡ് ചെയ്യുക. അപ്പൊ ഈസ്റ്റിനെ മൊളാസിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ താഴെ പറയാൻ പോണ ഇക്വേഷൻ ആണ് ഉണ്ടാവുക. നോക്കാം. വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം മൊളാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗർ ആണ് അല്ലെ? കരിമ്പെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഷുഗർ അല്ലേടാ. ഷുഗർ കരിമ്പിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്. ഷുഗർ സൊല്യൂഷൻ അല്ലേ? അപ്പൊ ഷുഗറിന്റെ കെമിക്കൽ ഫോമുല എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മള് നോൺ മെഡിസിൻ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഷുഗറിന്റെ കെമിക്കൽ ഫോമുല എന്താ? C12H22O11. എന്താണ്? C12. എന്റെ കൂടെ ഇപ്പൊ തന്നെ പറഞ്ഞു പഠിക്കുക. C12H22O11. നിങ്ങൾ പരീക്ഷ ടൈമിലാണ് കാണുന്നെങ്കിൽ എഴുതി എപ്പോഴും പഠിക്കുക. C12H22O11. അപ്പോ നമ്മുടെ ഈ C12H22O11 നമ്മള് അതിനകത്ത് വെള്ളമില്ലേ? നമ്മൾ മൊളാസത്ത് വാട്ടറിനകത്തല്ലേ ഇട്ട് വെച്ചേ. സോ പ്ലസ് വാട്ടർ. ഈ ഒരു മൊളാസും വാട്ടറും ചേർന്നിട്ട് ആരുമായിട്ട് റിയാക്ട് ചെയ്യും? നമ്മുടെ ഫസ്റ്റ് ഈസ്റ്റ് ഉണ്ടാക്കിയ ഫസ്റ്റ് എൻസൈം ഏതാടാ? ഇൻവെർട്ടേസുമായിട്ട് റിയാക്ട് ചെയ്യും. സോ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഇൻവെർട്ടേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. So C12H22O11 plus H2 in presence of invertase gives. നോക്കണം. സിമ്പിൾ ട്രിക്ക് പറഞ്ഞു എഴുതാൻ വേണ്ടി ഇതിനെ പകുതിയാക്കി. ഇത് പകുതിയായിട്ട് മുറിയെന്ന് ആലോചിക്കാം. ഈ ഒരു ഷുഗർ പകുതിയാവും വിചാരിക്കാം. എടാ 12 പകുതി എത്രയാടാ? 6. സോ നോക്ക്, C6H12O6 എന്തായിട്ട് മാറും? C6H12O6. അപ്പൊ നിങ്ങൾ ചോദിക്കും 22ന്റെ പകുതി അല്ലല്ലോ 12. അതാ ഇവിടെ 2 H ഇല്ലേ? 22 + 2 എത്ര കിട്ടും? 22 + 2 എത്ര കിട്ടും? 24. 24ന്റെ പകുതി അല്ലേടാ 12. കണ്ടോ? ഇനി O11 ആണ്. 11ന്റെ കൂടെ ഇവിടെ ഒരു O ഉണ്ട്, +1. 12 പകുതിയാണ് 6. കണ്ടോ? ഓക്കെ. So C12H22O11 plus H2 in presence of invertase gives എന്ത് കിട്ടും? നേരെ പകുതിയോ? C6H12O6 പ്ലസ് ഇതേ സാധനം പിന്നെയും കിട്ടും. കാരണം ഇവിടെ 12 ഇല്ലേ, അത് ബാലൻസ് ചെയ്യണ്ടേ? C6H12O6. So C12H22O11 plus H2 in presence of invertase gives C6H12O6 plus C6H12O6. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ C6H12O6 നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോസ്. എന്ത് വിളിക്കൂടാ? ഗ്ലൂക്കോസ് എന്ന് വിളിക്കും. യവനെ വിളിക്കുന്ന പേരാണ് ഫ്രക്ടോസ്. സോ രണ്ടുപേരുണ്ടാവും, ഗ്ലൂക്കോസും ഫ്രക്ടോസും. സോ നമ്മുടെ ഷുഗറിനെ വാട്ടറുമായിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവെർട്ടേസിൽ റിയാക്ട് ചെയ്യുമ്പോൾ 2 ആൾക്കാരുണ്ടാവും, ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഇനി ഈ ഇരിക്കുന്ന C6H12O6നെ
ഈ ഇരിക്കുന്ന C6H12O6നെ ഞാൻ എന്ത് ചെയ്യുന്നു? എടാ ബാക്കിയുള്ള എൻസൈം ഏതാ? സൈമേസ് അല്ലേ? ബാക്കിയുള്ള എൻസൈം സൈമേസ് അല്ലേ? ഈ സൈമേസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഇതോട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, സൈമേസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. പ്രസൻസ് ഓഫ് സൈമേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എടാ നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഫോർ വാട്ട് വി ആർ ഡൂയിങ് ദിസ്? എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഫോർ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ. എത്തനോളിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെ? എത്തനോളിനെ കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവസാനം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? എഥനോൾ കിട്ടും. എഥനോളിന്റെ കെമിക്കൽ ഫോമുല എന്തുവാണ്? എഥനോളിന്റെ മോളിക്കുലർ ഫോമുല, കൺസ് ഫോമുല എന്താണ്? CH3CH2OH. CH3CH2OH കണ്ടോ? പ്ലസ് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ കിട്ടും. സോ ഒന്നുകൂടെ പറയാം, നമ്മുടെ C12H22O11 വിച്ച് ഈസ് ഷുഗർ ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ഇൻവെർട്ടൈസുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? C6H12O6 ഈ ഗ്ലൂക്കോസിന്റെ ഫ്രക്ടോസിനെ ഇവിടെ എടുത്തതിന് ശേഷം അതിനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു? സൈമേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3CH2OH. എന്താ ഇത്? എത്തനോളാണ്. ഇതാണ് എത്തനോള്. എത്തനോളും ഇവിടെ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. കാർബൺ ഡൈ ഓക്സൈഡ് പറന്നു പോകും, ബാക്കി നമുക്ക് എന്ത് കിട്ടും? എത്തനോള് കിട്ടും. സോ ഇവനെ വിളിക്കുന്ന പേരാണ് വാഷ്. ഈ കിട്ടുന്ന എഥനോൾ നമ്മൾ എഥനോൾ എന്നല്ല വിളിക്കുക, എന്താ വിളിക്കുക? വാഷ് എന്നാ വിളിക്കുക. വാഷ് എന്നാണ് വിളിക്കുക. സോ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ വഴി നമുക്ക് ഈസ്റ്റിന്റെ എൻസൈമുകൾ റിയാക്ട് ചെയ്ത വഴി നമുക്ക് കിട്ടുന്ന സാധനം നമ്മൾ എന്താ വിളിക്കുക? വാഷ് എന്നാണ് വിളിക്കുക. ഈ വാഷ് ഇസ് ഓൺലി 8 to 10% സ്ട്രോങ്. 8 മുതൽ 10% മാത്രം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ഈ വാഷ് എന്ന് പറയുന്നത്. 8 മുതൽ 10% വരെ മാത്രം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ഈ വാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാഷ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ഇൻസ്റ്റൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. വളരെ വീക്കാണ്. 8 to 10% മാത്രമാണ് സ്ട്രോങ്. സോ ഇവൻ എന്ത് ചെയ്യണം? ഒന്ന് റിഫൈൻ ചെയ്തെടുക്കണം, ഒന്ന് വേർതിരിച്ചെടുക്കണം. സോ ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചേ. ഇപ്പൊ നമ്മൾ വാഷ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ശ്രദ്ധിച്ചേക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ വാഷ് ഉണ്ട്. വാഷ് ഈസ് ഓൺലി 8 to 10% സ്ട്രോങ്. ഓൺലി 8 മുതൽ 10% വരെ എന്ത് ചെയ്യുന്നു? സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് വാഷ്. നമുക്ക് ഇവിടെ കിട്ടിയത് ഇവനാണ് വാഷ്. ഇവനാണ് വാഷ് എന്ന് പറയുന്നത്. ഇവനാണ് വാഷ്. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയ എഥനോൾ വിളിക്കുന്ന പേരാണ് വാഷ്. അപ്പൊ ഈ ഒരു വാഷ് ഒള്ളി ഇത്ര ശതമാനം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ഒന്ന് സ്ട്രോങ് ആക്കണം. ഇവനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി റെക്കോർഡിങ് തന്നെ ഓഫായി പോയി. സോ ഞാൻ അറിഞ്ഞില്ല. സോ നമുക്ക് എന്തായാലും ഒന്നുകൂടെ നോക്കാം. ഞാനിത് എടുത്തെടുത്തങ്ങ് പോയി, ഇവിടം വരെ ആയി. ഒന്നുകൂടെ നോക്കാം, കുഴപ്പമില്ല. സോ നമുക്ക് എഥനോളിന് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയ സാധനമാണ് വാഷ്. എന്താണ് വാഷ്? ഈ കിട്ടിയ CH3CH2OH നമ്മൾ വിളിക്കുന്നവരാണ് വാഷ്. വാഷിന്റെ ഒരു കുഴപ്പം എന്താ? വാഷ് ഈസ് ഓൺലി 8 to 10% സ്ട്രോങ്. ഓൺലി 8 മുതൽ 10% വരെ മാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് വാഷ് എന്ന് പറയുന്നത്. സോ അത്രയും സ്ട്രോങ് നമുക്ക് പോരാ. നമുക്ക് എന്ത് ചെയ്യണം? ഇനിയും അതിൽ കൂടുതലും എന്താക്കണം? സ്ട്രോങ് ആക്കണം. എന്നാലും നമുക്ക് പല ആപ്ലിക്കേഷൻസ് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാനിറ്റൈസർ ഉണ്ടാക്കാൻ വേണ്ടി എഥനോൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ പല കാര്യങ്ങൾക്കും നമ്മൾ എഥനോൾ ഉപയോഗിക്കാറുണ്ട്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ എഥനോളിനെടുത്തിട്ട് അതിനെ നോക്കി നേരെ നമ്മൾ അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേറ്റ് ചെയ്യുന്നു. എഥനോൾ എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേറ്റ് ചെയ്യുന്നു. എഥനോളിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 96.5% സ്ട്രോങ് ആയിട്ടുള്ള ആളെ കിട്ടും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഒന്നുകൂടെ പറയാം, ഈ കിട്ടിയ വാഷിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടാവും. ഒരു കുടം, ആ കുടത്തിന്റെ മുകളിൽ വേറൊരു കുടം, ആ കുടത്തിന്റെ മുകളിൽ വേറൊരു കുടം, തറയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അല്ലെ? ഇവിടെ ഇങ്ങനെ ഒരു ട്യൂബ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ വാറ്റുന്നത്? സോ ഇത് തന്നെയാണ് ആക്ച്വലി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, അപ്പൊ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ ഇത് ചെറിയ രൂപം, നമ്മൾ ഇൻഡസ്ട്രീസിൽ ഇതിന്റെ വലിയ രൂപമാണ് ചെയ്യുക. ഓക്കെ, സോ വീട്ടിലൊക്കെ മാറ്റാൻ വേണ്ടി ഇത് മതി. ഓക്കെ, സോ നമ്മൾ വാഷിനെ എടുത്തിട്ട് അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേറ്റ് ചെയ്യുന്നു.
ഇങ്ങനെ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടൂടാ? റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടും. എന്ത് കിട്ടും? റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടും. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് 96.5% സ്ട്രോങ് ആണ്. ഓക്കെ അല്ലെ? സോ വാശന നമ്മൾ എടുക്കുന്നു, അതിനെ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടും. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് 95.6% സ്ട്രോങ് ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടിയ ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ നമ്മളെ ഫാക്ടറീസിൽ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അത്ര നല്ല കാര്യമായിരിക്കില്ല. ഇത് ഒരുപാട് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൾക്കാർക്ക് കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പല പല വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിത് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് ഇൻഡസ്ട്രിയിലെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ അതിനെ കൺസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കിട്ടിയ റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് പോയിസൺ ആഡ് ചെയ്യുന്നു. എന്ത് ആഡ് ചെയ്യുന്നു? കുറച്ച് പോയിസൺ ആഡ് ചെയ്യുന്നു. എന്ത് ആഡ് ചെയ്യുന്നു? കുറച്ച് പോയിസൺ ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പോയിസൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. അപ്പൊ റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്തോട് നമ്മൾ പോയിസൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. എന്ത് വിളിക്കും? ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന പോയിസൺ മെത്തനോൾ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ആഡ് ചെയ്യുന്ന പോയിസൺ മെത്തനോൾ ആണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നോക്കെ, നമ്മളിതാ ഇവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ പഠിച്ചിട്ടുണ്ട്. മെത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിസണസ് ആണ്. മെത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. സോ നമ്മൾ ഏതെങ്കിലും ഒരു പോയിസൺ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്ന പോയിസൺ മെത്തനോൾ എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുവാണെങ്കിൽ, നമ്മൾ ആഡ് ചെയ്യുന്ന പോയിസൺ മെത്തനോൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. എന്ത് വിളിക്കും? മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഒന്നുകൂടെ പറയാം, നമുക്ക് കിട്ടിയ വാച്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രാക്ഷൻ ഡിസ്റ്റിലേറ്റ് ചെയ്തു. ഫ്രാക്ഷൻ ഡിസ്റ്റിലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് 96.5% സ്ട്രോങ് ആണ്. ഈ 96.5% സ്ട്രോങ് ആയിട്ടുള്ള റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്തോട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? പോയിസൺ ആഡ് ചെയ്യുന്നു. ഇങ്ങനെ പോയിസൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഓക്കെ, ഇനി റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്തോട് ചേർക്കുന്ന പോയിസൺ മെത്തനോൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു റിയാക്ഷൻ വഴി, കെമിക്കൽ റിയാക്ഷൻ വഴി ഈ കിട്ടിയ സ്പിരിറ്റിനെ, ഈ കിട്ടിയ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ഫർദർ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെ ഒന്ന് റിഫൈൻ ചെയ്ത് 99% സ്ട്രോങ് ആക്കി എന്ന് വിചാരിക്കാം. അങ്ങനെ ഈ 99% സ്ട്രോങ് ആക്കിയ ആൽക്കഹോളിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. എന്ത് വിളിക്കും? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കും. ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ കൂടെ കുറച്ച് പെട്രോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ കൂടെ കുറച്ച് പെട്രോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേരാണ് പവർ ആൽക്കഹോൾ. എന്ത് വിളിക്കും? പവർ ആൽക്കഹോൾ എന്ന് വിളിക്കും. ഈ പവർ ആൽക്കഹോളിനെ നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. പവർ ആൽക്കഹോൾ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് എഥനോളിനെ പറ്റി പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആണ്. മെഥനോൾ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ മാത്രം വരുന്ന കോമ്പൗണ്ട്. എടാ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ തിരുത്തുണ്ടേ, ശ്രദ്ധിക്കാം. കണ്ടേ, ഇവിടെ ഞാൻ ഇത് എഴുതി തുടങ്ങിയപ്പോ എത്തനോൾ എന്നാണ് എഴുതി വെച്ചിരുന്നേ. ഓക്കെ, അന്നേരം ഞാൻ ശ്രദ്ധിച്ചില്ല. മൈ മിസ്റ്റേക്ക്. അപ്പൊ ഇത് തിരുത്തി എന്താക്കണം? മെത്തനോളാണ്. എന്താക്കണം? മെത്തനോളാണ്. ഓക്കെ അല്ലേ? പക്ഷെ ഇത് മെത്തനോൾ ആയിരുന്നു. ഒരു കാർബൺ മാത്രം വരുന്നത് നമ്മൾ എന്താ വിളിക്കുക? മെത്തനോൾ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? സോ ഞാൻ ആദ്യം എഴുതിയപ്പോ ഇവിടെ എത്തനോൾ എന്നായിരുന്നു എഴുതിയിരുന്നത്. അത് പറഞ്ഞു. അടുത്ത 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 ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പഠിച്ച സാധനം പറട്ടെ. ഇത് ഞങ്ങൾ അടുത്ത് പഠിച്ച സാധനമാണ് കാർബോക്സിലിക് ആസിഡ്. എന്താ പഠിച്ചേ? കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് എന്ന് വെച്ചാൽ എന്തോടാ? COOH വരുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. COOH വരുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചെയ്യുന്നത് COOH കണ്ടു കഴിഞ്ഞാൽ അതിനെ വിളിക്കും കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഇനി കാർബോക്സിലിക് ആസിഡ് പേര് കൊടുക്കുന്നത് എങ്ങനെ? ഓയിക് ആസിഡ് ചേർത്ത് കൊടുത്താൽ മതി. എന്താ ആസിഡ് ചേർത്ത് കൊടുത്താൽ മതി? ഓയിക് ആസിഡ് ചേർത്ത് കൊടുത്താൽ മതി. ഓയിക് ആസിഡ് ചേർത്ത് കൊടുത്താൽ മതി. ശ്രദ്ധിക്കാം, ശ്രദ്ധിക്കാം. ഈ കാർബോക്സിലിക് ആസിഡിന്റെ പേര് കൊടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? കാർബോക്സിലിക് ആസിഡിന് ഇൻബിൽട്ട് ആയിട്ട് എന്തുണ്ട്? ഒരു കാർബൺ ഉണ്ട്. സോ നമ്മൾ കാർബണിന്റെ എണ്ണം എഴുതുമ്പോൾ ഈ COOHനകത്ത് കിടക്കുന്ന കാർബണിന്റെ എണ്ണം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. സോ കാർബണിന്റെ എണ്ണം എണ്ണുമ്പോൾ COOHനകത്ത് കിടക്കുന്ന കാർബണിന്റെ എണ്ണം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ CH3COOH എന്താണ് അതിന്റെ പേര്? ഇതിന്റെ പേര് മിക്കപ്പോഴും ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ, എത്തനോയിക് ആസിഡ് എഴുതിയിരിക്കുന്ന കണ്ടില്ലായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന മിക്ക ആൾക്കാരും ഇതിന് മെത്തനോയിക് ആസിഡ് എന്ന് പേര് കൊടുത്തത്. എന്തുകൊണ്ടാ? CH3 ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. ഒരു കാർബൺ നമ്മൾ എന്താ വിളിക്കുക? മെത്തെന്നാ വിളിക്കുക. അപ്പൊ മെത്തനോയിക് ആസിഡ് പേര് സ്വാഭാവികം തെറ്റാൻ ചാൻസ് കൂടുതലാണ്.
പക്ഷെ ശ്രദ്ധിക്കുക, ഇവിടെ എത്ര കാരണമുണ്ട് ശരിക്കും? 1, 2, 2 കാരണമുണ്ട്. 1, 2, 2 കാരണമുണ്ട് ഇവിടെ. സോ മെത്ത് എത്ത്, ഇതിന്റെ പേരെന്തുവാടാ? എത്തനോയിക് ആസിഡ് എന്നാണ് ഇതിന്റെ പേര്. ക്ലിയർ ആണോ? ഇതിന്റെ പേരാണ് എത്തനോയിക് ആസിഡ്. പറഞ്ഞ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത മെത്തനോയിക് ആസിഡ് അപ്പൊ എങ്ങനെ എഴുതുക? HCOOH എന്ന് പറഞ്ഞാണ് നമ്മൾ എന്തിനു എഴുതുക? മെത്തനോയിക് ആസിഡിനെ എഴുതുക. HCOOH, HCOOH നോൺ ആസ് മെത്തനോയിക് ആസിഡ്. ഓക്കെ അല്ലേ? HCOOH is known as methanoic acid. അപ്പൊ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് എത്ര കാർബൺ കാണാം? 3 കാർബൺ കാണും. മെത്ത്, എത്ത്, ബ്യൂട്ടനോയിക് ആസിഡ്. ഞാൻ ഒന്ന് എഴുതി കാണിച്ചിട്ട് ബ്യൂട്ടനോയിക് ആസിഡ് എഴുതാൻ പറയുമെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തോ? 4 കാർബൺ എഴുതുക. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ഈ 4ാമത്തെ കാർബണിൽ OOH ചേർത്ത് കൊടുക്കുക. ബാക്കി എല്ലാം ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. CH3, CH2, CH2, COH. This sorry, butanoic acid. Butanoic acid. ക്ലിയർ ആണോ? കണ്ടില്ലേ? ബ്യൂട്ടനോയിക് ആസിഡ്. ഓക്കെ ആണോ? സോ ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഇതിനെ പൊക്കും. COH ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഇങ്ങനെ തരൂല. പരീക്ഷയ്ക്ക് ചായ മാറ്റും. ഇങ്ങനെ തരും. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിയത് എന്ത് തന്നെയാണ്? COH. സോ COOH നമുക്ക് ഇങ്ങനെയും എഴുതാം. എങ്ങനെ? C ഡബിൾ ബോണ്ട് OOH. ഇതും എന്ത് തന്നെയാണ്? COOH തന്നെയാണ്. എപ്പോഴും ഓർത്തിരിക്കുക, COOH നമുക്ക് ഇങ്ങനെയും എഴുതാം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാതെ. ഇനി നമുക്ക് ഓരോത്തിന്റെ യൂസ് കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. സോ മെത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാർബൺ മാത്രമുള്ള COOH ആസിഡ്. അപ്പൊ ഇത് COOH അല്ലേടാ? മെത്തനോയിക് ആസിഡ് അല്ലേ? ഇനി മെത്തനോയിക് ആസിഡ് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോമിക് ആസിഡ്. മെത്തനോയിക് ആസിഡ് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോമിക് ആസിഡ്. എന്താണ്? ഫോമിക് ആസിഡ്. സോ മെത്തനോയിക് ആസിഡ് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഫോമിക് ആസിഡ് എന്ന് പറയുന്ന സാധനം ഉറുമ്പുകളിൽ കാണപ്പെടുന്ന ആസിഡ് ആണ്. സോ മെത്തനോയിക് ആസിഡ് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോമിക് ആസിഡ്. ഇറ്റ് ഈസ് കോമൺലി സീൻ ഇൻ ഉറുമ്പുകൾ. അല്ലേ? നോക്കാം. അടുത്ത എത്തനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ എത്തെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, അവിടെ 2 കാർബൺ ഉണ്ട്. C. കണ്ടോ? ഓക്കെ. അപ്പൊ ഈ എത്തനോയിക് ആസിഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അസറ്റിക് ആസിഡ്. എത്തനോയിക് ആസിഡ് വിളിക്കുന്ന മറ്റൊരു പേരാണ് അസറ്റിക് ആസിഡ്. ഓക്കെ. ഇനി പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ 3 കാർബൺ വരും അവിടെ. മെത്ത്, എത്ത്, മെത്ത്, എത്ത്, പ്രൊപ്പ്. 3 കാർബൺ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൊപ്പയോണിക് ആസിഡ്. പ്രൊപ്പയോണിക് ആസിഡ്. അല്ലെ? പ്രൊപ്പനോയിക് ആസിഡ് വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൊപ്പയോണിക് ആസിഡ്. ക്ലിയർ ആണോ? ഈ അസറ്റിക് ആസിഡ് ആണോ നമ്മളെ വിനാഗിരി ഇല്ലേ? വീട്ടിലിരിക്കുന്ന വിനെഗറിനകത്തുള്ളത് അസറ്റിക് ആസിഡ് ആണ്. അതോടെ നോക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ? വീട്ടിനകത്തുള്ള വിനെഗറിനകത്തുള്ളത് അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? 5 to 8% അസറ്റിക് ആസിഡ് ഇസ് നോൺ ആസ് വിനെഗർ. 5 to 8% അസറ്റിക് ആസിഡ് ഇസ് നോൺ ആസ് വിനെഗർ. ഇതേപോലെ ഈ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ സാധനം, ഈ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ സാധനം എന്ത് തന്നെയാണ്? കാർബോക്സിലിക് ആസിഡ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഈ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ സാധനം എന്ത് തന്നെയാണ്? കാർബോക്സിലിക് ആസിഡ് തന്നെയാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഈ ഫാറ്റി ആസിഡ് ശ്രദ്ധിക്കുക, ഈ കാർബണിന്റെ എണ്ണം കൂടും തോറും അത് ഫാറ്റി ആസിഡ് ആയിട്ട് മാറും. ഇവിടെ നമ്മളിപ്പോ 2 3 എണ്ണമൊക്കെ ഉള്ള കാർബോക്സിലിക് ആസിഡിലെ പഠിച്ചോളൂ. കാർബണിന്റെ എണ്ണം കൂടുമ്പോൾ നമ്പർ ഓഫ് കാർബൺ കൂടിയ കാർബോക്സിലിക് ആസിഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാറ്റി ആസിഡ്, വിച്ച് ഇസ് ജനറലി ഇൻ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിലൊക്കെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ആളാണ് ആര്? ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാലും കാർബോക്സിലിക് ആസിഡ് ആണെന്ന് മനസ്സിലാക്കുക. നമ്പർ ഓഫ് കാർബൺ കൂടുതലുള്ള കാർബോക്സിലിക് ആസിഡ് വിളിക്കുന്ന പേരാണ് ഫാറ്റി ആസിഡ്. അല്ലേ? ക്ലിയർ ആണോ? അസറ്റിക് ആസിഡ് ആണ് നമ്മുടെ വിനെഗർ എന്ന് പറയുന്നത്. വിനെഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിനെഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് ആണ് വിനെഗർ. ഓക്കെ അല്ലേ? സോ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. നമ്മൾ ഇനി പ്രധാനമായിട്ട് ഇതിനെ നോക്കാൻ പോകണം ഹൗ ടു പ്രിപ്പയർ എത്തനോയിക് ആസിഡ്. ഇതാണ് പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് വളരെ ഇമ്പോർട്ടന്റ് ഒരു കോമ്പൗണ്ട് ആണ് എത്തനോയിക് ആസിഡ്. അപ്പൊ ഈ എത്തനോയിക് ആസിഡിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ? CH3, CH2,
COOH വിളിക്കുന്ന പേരാണ് എത്തനോയിക് ആസിഡ്. ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഹൗ ടു പ്രിപ്പയർ എത്തനോയിക് ആസിഡ്? ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോയിക് ആസിഡ് എങ്ങനെ? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു മെത്തനോൾ എടുക്കുക. എന്തെടുക്കുക? മെത്തനോൾ. മെത്തനോൾ എന്ന് പറഞ്ഞാൽ മെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ. ഓൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ. സോ മെത്തനോൾ എന്ന് പറഞ്ഞാൽ CH3OH ആണ്. മനസ്സിലായി? മെത്തനോളിന്റെ കൂടെ കുറച്ച് കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുക. എന്താ ആഡ് ചെയ്യുക? കാർബൺ മോണോക്സൈഡ്, CO ആഡ് ചെയ്യുക. സോ മെത്തനോളിന്റെ കൂടെ കുറച്ച് കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കാം. റിയാക്ഷനും ഇങ്ങനൊന്നും അല്ല നടക്കുന്നത്. എന്നാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും. CO ഇവിടെ കയറിയിരിക്കും. CO ഇവിടെ കയറി എന്ത് കിട്ടും? COOH ആയി. സോ എന്ത് കിട്ടും? CH3COOH എന്ന് കിട്ടും. CH3COOH എന്ന് കിട്ടും. പിന്നെ എന്തുകൂടാ? ഇതെന്തോ എത്തനോയിക് സോറി എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COH ആണ്. സോറി. എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. സോ ഒന്നുകൂടെ പറയാം. മെത്തനോളിനെ എടുക്കുക, കുറച്ച് മെത്തനോളിനെ എടുക്കുക, മെത്തനോളിന്റെ കൂടെ കോ ആഡ് ചെയ്യുക. മെത്തനോൾ കോ ആഡ് ചെയ്യുക. മെത്തനോളിന്റെ കൂടെ കോ എന്ന് വെച്ചാൽ എന്തോടാ? കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുക. മെത്തനോളിന്റെ കൂടെ കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുക. മെത്തനോളിന്റെ കൂടെ കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ് കിട്ടും. എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ. ഇനി വാട്ട് ആർ ദ യൂസസ് ഓഫ് എത്തനോയിക് ആസിഡ്? യൂസസ് ഓഫ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡിന്റെ യൂസസ് എന്തൊക്കെയാണ്? എത്തനോയിക് ആസിഡിന്റെ യൂസസ് എന്തൊക്കെയാണ്? വളരെ സിമ്പിൾ ആണ്. എത്തനോയിക് ആസിഡ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുക യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് മാനുഫാക്ചർ ഓഫ് റയോൺ. റയോണിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? എത്തനോയിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ റയോൺ എന്ന് പറഞ്ഞാൽ? റയോൺ എന്താണ്? ഈ റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു മെറ്റീരിയൽ ആണ്. നമ്മൾ പോളിസ്റ്റർ എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഒരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ആണ് റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ റയോൺ പോലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാറുണ്ട്? എത്തനോയിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് യൂസ്ഡ് in silk and റബ്ബർ ഇൻഡസ്ട്രീസ്. സിൽക്ക്, റബ്ബർ പോലുള്ള ഇൻഡസ്ട്രികളിൽ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഈ സിൽക്ക് ആൻഡ് റബ്ബർ ഇൻഡസ്ട്രീസിൽ എന്ത് യൂസ് ചെയ്യാറുണ്ട്? എത്തനോയിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. സോ മാനുഫാക്ചർ ഓഫ് റയോൺ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. യൂസ് ഇൻ ദ സിൽക്ക് ആൻഡ് റബ്ബർ ഇൻഡസ്ട്രി. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ഇനി നമ്മൾ ലാസ്റ്റ് പറയാൻ പോണ ടോപ്പിക്കാണ് സോപ്പ്. സോപ്പിനകത്ത് ഞാൻ വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് പരീക്ഷയുടെ അതിൽ മുമ്പോട്ടുള്ള കാര്യം ഇത്ര ആലോചിക്കാം. സോപ്പിന്റെ പ്രിപ്പറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോട്ട് പ്രോസസ്. ഈ സോപ്പിന്റെ പ്രിപ്പറേഷനുള്ള ഹോട്ട് പ്രോസസ്സിനകത്ത് നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് ഗ്ലിസറോൾ. സോപ്പിന്റെ പ്രിപ്പറേഷനിൽ നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് ഗ്ലിസറോൾ. ഈ ഗ്ലിസറോളിനെ നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, കോസ്മെറ്റിക്സിന്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ഓക്കെ. അപ്പൊ കോസ്മെറ്റിക്സിന്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഗ്ലിസറോളിനെ നമ്മൾ മെഡിസിന്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. പല മരുന്നുകളുടെ ഉള്ളിലും എന്തിനെ ആഡ് ചെയ്യാറുണ്ട്? ഗ്ലിസറോളിനെ ആഡ് ചെയ്യാറുണ്ട്. സോപ്പിന്റെ പ്രിപ്പറേഷൻ വിളിക്കുന്ന പേരാണ് ഹോട്ട് പ്രോസസ്. അതിനകത്ത് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് ഗ്ലിസറോൾ. അത് ഗ്ലിസറോളിനെ രണ്ടായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. വളരെ സിമ്പിൾ. ഓക്കെ. സോ ഇതിന് ശേഷം സോപ്പിനകത്ത് പറയേണ്ട ഒരു കാര്യം, സോപ്പിന് രണ്ട് എൻഡുകളുണ്ട്. ഒരു പോളാർ എൻഡും ഒരു നോൺ പോളാർ എൻഡും. സോപ്പിന് രണ്ട് എൻഡുകളുണ്ട്. സോപ്പിനൊരു പോളാർ എൻഡ് ഉണ്ട്, സോപ്പിനൊരു നോൺ പോളാർ എൻഡ്. സോപ്പിനൊരു നോൺ പോളാർ എൻഡ് ഉണ്ട്. ഓക്കെ അല്ലെ? പോളാർ എൻഡ് എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള എൻഡ്. പോളാർ മീൻസ് ചാർജ് ഉള്ളത്, നോൺ പോളാർ മീൻസ് ചാർജ് ഇല്ലാത്തത്, ചാർജ്ലെസ്. ഓക്കെ അല്ലെ? ഈ പോളാർ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സൊല്യൂബിൾ ആണ്.
പോളാറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ, വെള്ളത്തിൽ സൊല്യൂബിൾ ആയിട്ടുള്ള ആളാണ് പോളാറന്റ് എന്ന് പറയുന്നത്. നോൺ പോളാറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ സൊല്യൂബിൾ ആണ്. എണ്ണ അഴുക്കളെയൊക്കെ റിമൂവ് ചെയ്യുന്നത്, ഓക്കെ, എണ്ണ കെച്ചപ്പ് പോലുള്ള അഴുക്കളെയൊക്കെ റിമൂവ് ചെയ്യുന്നത് ഈ നോൺ പോളാറന്റും, അതേപോലെ സാധാരണ അഴുക്കളെയൊക്കെ റിമൂവ് ചെയ്യുന്നത് ഈ പോളാറന്റും ആണ്. ഓക്കെ, ചാർജ് ഉള്ള അഴുക്കുകളെ പോളാറന്റ് റിമൂവ് ചെയ്യും, ചാർജ് ഇല്ലാത്ത അഴുക്കുകളെ നോൺ പോളാറന്റ് റിമൂവ് ചെയ്യും. ഓക്കെ അല്ലെ? അഴുക്കൾ രണ്ട് ടൈപ്പ് ഉണ്ടോ, പോളാർ അഴുക്കളും നോൺ പോളാർ അഴുക്കളും. അപ്പൊ ഈ പോളാർ അഴുക്കൾ റിമൂവ് ചെയ്യണമെങ്കിൽ പോളാറന്റിനെ പറ്റത്തുള്ളൂ, നോൺ പോളാർ അഴുക്കൾ റിമൂവ് ചെയ്യണമെങ്കിൽ നോൺ പോളാറന്റിനെ പറ്റത്തുള്ളൂ. ഇത്രയും പഠിക്കുക, കൂടുതലൊന്നും ആലോചിക്കണ്ട. സോപ്പിന്റെ രണ്ട് end ഉണ്ട്, ഒരു പോളാറന്റും ഒരു നോൺ പോളാറന്റും. പോളാറന്റ് വാട്ടർ സൊല്യൂബിൾ ആണ്, നോൺ പോളാറന്റ് ഓയിൽ സൊല്യൂബിൾ ആണ്. പോളാറന്റ് വാട്ടർ സൊല്യൂബിൾ ആണ്, നോൺ പോളാറന്റ് ഓയിൽ സൊല്യൂബിൾ ആണ്. ഈ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോ കാർബൺ ആണ്. സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട് ഉള്ള ഒരു സാധനമാണ്. ഓക്കെ അല്ലേ? സോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സോപ്പ് രണ്ട് രീതിയിൽ അഴുക്കൾ റിമൂവ് ചെയ്യുന്നുണ്ട്. സോപ്പ് സോപ്പ് രണ്ട് രീതിയിൽ അഴുക്കൾ റിമൂവ് ചെയ്യുന്നുണ്ട്. സോപ്പ് രണ്ട് രീതിയിൽ അഴുക്കുകൾ റിമൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ സോപ്പിൽ ഒരു പോളാറന്റ് ഉണ്ട്, പോളാറന്റ് പോയി പോളാർ അഴുക്കളൊക്കെ റിമൂവ് ചെയ്യും. സോപ്പിൽ ഒരു നോൺ പോളാറന്റ് ഉണ്ട്, ആ നോൺ പോളാറന്റ് പോയി ഓയിൽ പരമായിട്ടുള്ള ഓയിൽ സംബന്ധിച്ച് അങ്ങനെയുള്ള അഴുക്കളൊക്കെ ചെളിയൊക്കെ പോലെ റിമൂവ് ചെയ്യും. ഇനി വേറെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നിങ്ങൾ ഡ്രസ്സ് സൂക്ഷിച്ച് നോക്കിയാൽ അതിനകത്ത് ഇഴകൾ കാണാൻ പറ്റും അല്ലെ? ഇഴകൾ വെച്ചാണ് നിങ്ങൾ ഡ്രസ്സ് ഉണ്ടാക്കിയിരിക്കുക. ഇതേപോലെ കുറെ നൂലുകൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, ഡ്രസ്സ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഡ്രസ്സ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഇഴകൾ കാണാൻ പറ്റും. ഓക്കെ, മൈക്രോസ്കോപ്പികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് നല്ലോണം കാണാൻ നിങ്ങൾ വീട്ടിൽ പോയി തോർത്തിട്ട് നോക്കുക, തോർത്തിടാൻ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. അപ്പോ തോർത്തിനകത്തുള്ള ഇഴകൾ വലുതാണ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളൊക്കെ ഈ ഒരു ഡ്രസ്സിനകത്തുള്ള ഇഴകളൊക്കെ ഭയങ്കര ചെറുതാണ്. സോ ഈ ഇഴകളുടെ ഇടയിലാണ് അഴുക്കൾ കയറി അടഞ്ഞിരിക്കുക. ഈ ഇഴകളുടെ ഇടയിലാണ് എന്ത് ചെയ്യുക, അഴുക്കൾ കയറി അടഞ്ഞിരിക്കുക. അപ്പൊ ഇഴകളുടെ ഇടയിലിരിക്കുന്ന അഴുക്കൾ റിമൂവ് ചെയ്താലേ വസ്ത്രം ക്ലീൻ ആകത്തുള്ളൂ. പക്ഷെ വാട്ടറിന് ഈ ഇഴകളുടെ ഇടയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, കയറി ചെല്ലാൻ പറ്റൂല. ഇഴകളുടെ ഇടയിലോട്ട് കയറി ചെന്നാലേ ഈ ഇഴകളുടെ ഇടയിലുള്ള അഴുക്കുകളെയൊക്കെ വാട്ടറിന് റിമൂവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് വാട്ടറിന് ഇഴകളുടെ ഇടയിലോട്ട് കയറി ചെല്ലാൻ പറ്റാത്ത? വാട്ടറിന് സർഫസ് ടെൻഷൻ കൂടുതലാണ്. വാട്ടറിന് എന്ത് കൂടുതലാണ്? സർഫസ് ടെൻഷൻ കൂടുതലാണ്. സോ വെള്ളത്തിന് സർഫസ് ടെൻഷൻ കൂടുതലായതിനെ കൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ഡ്രസ്സുകളുടെ ഇടയിലുള്ള ഇഴകളിലേക്കൊന്നും വാട്ടർ എന്ത് ചെയ്യാൻ പറ്റൂല, കയറി ചെല്ലാൻ പറ്റൂല. അപ്പോഴാണ് നമ്മൾ എന്തിനെ ആഡ് ചെയ്യുക, സോപ്പിനെ ആഡ് ചെയ്യാം. സോപ്പിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യൂടാ, കുറയും. വാട്ടറിന്റെ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും, കുറയും. സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിന്റെ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും, കുറയും. സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിന്റെ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും, കുറയും. അങ്ങനെ വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇഴകളിലോട്ട് കയറി ചെന്ന് അഴുക്കളെ ലയിപ്പിച്ച് കളയാൻ പറ്റും. അഴുക്കളെ അലിയിപ്പിച്ച് കളയാം സർഫസ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. വാട്ടറിന് സാധാരണഗതിയിൽ ഇഴകളുടെ ഇടയിലിരിക്കുന്ന അഴുക്കളെ കയറി ചെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, റിമൂവ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, വെള്ളത്തിന് സർഫസ് ടെൻഷൻ കൂടുതലാണ്. വെള്ളത്തിന് സർഫസ് ടെൻഷൻ കൂടുതലായപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്തു, അതിനകത്ത് സോപ്പ് ആഡ് ചെയ്തു. സോപ്പ് ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റി, വെള്ളത്തിന് സർഫസ് ടെൻഷൻ എന്ത് ചെയ്തു, കുറഞ്ഞു. അങ്ങനെ വെള്ളത്തിന് സർഫസ് ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം ക്യാൻ ക്ലീൻ. സിമ്പിൾ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡ് ലാസ്റ്റ് പേജിൽ കിടപ്പുണ്ട്, വായിച്ചു നോക്കുക. ഓക്കെ, സോ ശ്രദ്ധിക്കാം. ഇനി ലാസ്റ്റ് ഒരു ടോപ്പിക് ഡിറ്റർജന്റ്. സോപ്പ് ഡിറ്റർജന്റ് രണ്ട് സാധനം. സോപ്പ് ബേസിക്കലി കാർബോക്സിലിക് ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഡിറ്റർജൻസ് ബേസിക്കലി സൾഫോണിക് ആസിഡിന്റെ മിക്സ്ചറാണ്. ഓക്കെ അല്ലേ? സോ ഡിറ്റർജൻസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഡിറ്റർജൻസിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിറ്റർജൻസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ ഉള്ള സ്ഥലം എല്ലാ സ്ഥലത്തും ഇല്ല. നമ്മുടെ ഇവിടുന്ന് ഹാർഡ് വാട്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാട് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ, കൊടൈക്കനാൽ പോലുള്ള പ്രദേശങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹാർഡ് വാട്ടർ ആണ്. ഓക്കെ അല്ലേ? സോ ഈ ഹാർഡ് വാട്ടർ നമുക്ക് തുണി കഴുകാൻ പറ്റൂല. സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തുണി കഴുകാൻ എന്ത് ചെയ്യില്ല, പറ്റൂല. പക്ഷെ ഡിറ്റർജൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഹാർഡ് വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും, തുണി കഴുകാൻ പറ്റും. ക്യാൻ ബി യൂസ്ഡ് ഇൻ ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗുണം ആർക്കുണ്ട്, ഡിറ്റർജന്റിനുണ്ട്. സോപ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാർഡ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റൂല. ഏറ്റവും കൂടുതൽ പത ഉണ്ടാക്കുന്നതും ഡിറ്റർജൻസ് ആണ്. പക്ഷെ ഗുണമുള്ളത് പോലെ തന്നെ ഇതിന്റെ ദോഷമുണ്ട്.
ഇറ്റ്സ് നോട്ട് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി. എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അല്ല ഡിറ്റർജന്റ്. ഒരുപാട് എക്സ് എമൗണ്ട് നമ്മുടെ ഈ ഒരു വാട്ടറിനകത്തോട്ട് വന്നു കഴിഞ്ഞാല്, ഒരുപാട് എക്സ് എമൗണ്ട് ഓഫ് ഡിറ്റർജന്റ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാല് ഈ ഇരിക്കുന്ന വെള്ളത്തിനകത്തുള്ള മൈക്രോബ്സിനും വെള്ളത്തിനകത്തിരിക്കുന്ന ഈ മൈക്രോ ഓർഗാനിസത്തിന് ഈ ഒരു ഡിറ്റർജന്റിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റൂല? ഡീകമ്പോസ് ചെയ്യാൻ പറ്റൂല. ഡിറ്റർജന്റിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റൂല. വെള്ളത്തിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന് ഈ ഒരു ഡിറ്റർജൻസിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റൂല. അതപ്പൊ അതേപോലെ തന്നെ നടക്കും. ഇത് നമ്മൾ വല്ല ഒരു വാട്ടർ സോഴ്സിൽ വല്ല ചെന്ന് കഴിഞ്ഞാൽ, വല്ല പോണ്ടോ റിവറോ ഉള്ള വാട്ടർ സോഴ്സ് ചെന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഉള്ള അക്വാട്ടിക് ആനിമൽസിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ കാരണമാവും. ഡിസ്ട്രക്ഷൻ ഓഫ് aquatic animals. Destruction of aquatic animals. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഡിറ്റർജന്റ് എന്ന് പറഞ്ഞ സാധനം വെള്ളത്തിൽ ലയിക്കുന്ന സാധനമല്ല. സോറി, വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാലും വെള്ളത്തിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിറ്റർജന്റിനെ വേർതിരിക്കാൻ, ഡീകമ്പോസ് ചെയ്യിപ്പിക്കാൻ പറ്റൂല. സോ അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ എന്ത് ചെയ്യും? കിടക്കും. അങ്ങനെ അവിടെ തന്നെ കിടന്നുള്ള പ്രശ്നം എന്താ? ഇത് വല്ല പോണ്ടിലോ വല്ല വാട്ടർ സോഴ്സിലോ ചെന്ന് കഴിഞ്ഞാല് അവിടെയുള്ള അക്വാട്ടിക് ആനിമൽസിനെ സാരമായിട്ട് ബാധിക്കുകയും അവിടെ ഉള്ള അക്വാട്ടിക് ആനിമൽസ് ഡിസ്ട്രക്ഷൻ ആവാൻ, മരിച്ചു പോകാനുള്ള ചാൻസ്. ഓക്കെ അല്ലേ? അതേപോലെ ഈ ഒരു ഡിറ്റർജന്റുകൾ ഒരുപാട് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് ആൽഗകളുടെ വളർച്ചയ്ക്ക് കാരണവും, ആൽഗേ ഗ്രോത്തിന് കാരണവും, പായൽ വളരാൻ കാരണവും, ഇങ്ങനെ പായൽ വളർന്നു കഴിഞ്ഞാല് ആ ഒരു വാട്ടർ സോഴ്സിനകത്ത് ഓക്സിജന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. ഓക്സിജന്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യും? കുറയും. സോ ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒരുപാട് ഡിറ്റർജൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൽഗെ വളരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആൽഗെ വളർന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും? ആൽഗെ കൂടി കഴിഞ്ഞാൽ ഓക്സിജൻ അവൈലബിലിറ്റി കുറയും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മീനുകളൊക്കെ ശ്വാസം മുട്ടി ചാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈഡ്രോ കാർബൺസ് ചാപ്റ്ററിൽ എന്ത് ചെയ്യുക പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. സോ എല്ലാവരും ഇത് പഠിക്കുക. ഇനി നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷൻ കൂടെ വെക്കുന്നുണ്ട്. സോ എല്ലാവരും നല്ല രീതിയിൽ പോയി എക്സാം എഴുതാം. താങ്ക് യു.